നമസ്കാരം. ബോട്ടിൽ ഡീസൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? അതും നടുക്കടല്ലേ. എന്താണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂട്ടബോട്ടിന്റെ ഡീസൽ കുറച്ച് കുറവുള്ളതിന്റെ പേരിൽ വയർലെസ്സിൽ വിളിച്ച് ഡീസൽ ഉണ്ടാവുമെന്ന്. മീൻ കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കണ പോലെയല്ല. ചില സമയങ്ങളിൽ കിട്ടും, ചില സമയങ്ങളിൽ കിട്ടൂല. അപ്പൊ കുറച്ച് കൂടുതൽ ദിവസമൊക്കെ കടലിൽ കിടക്കും. ആ സമയത്ത് ഡീസൽ ഒരുപാട് ചെലവാവട്ടെ. അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മുടെ കൂട്ടബോട്ടുകൾ ഡീസൽ അപ്പുറത്തെ ബോട്ടുകളിലേക്ക് കൊടുക്കണത്. അതെങ്ങനെയാണ് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഒരു ക്യാനിനകത്ത് ഡീസൽ നിറച്ചിട്ട് ഒരു ബോയ കെട്ടിയ ഒരു റോപ്പ് നേരെ കടലിലേക്ക് ഇടോട്ടെ. ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റഫ് ടൈം ആയതിന്റെ പേരിലാണ്ട് ഇങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ബോട്ട് അടുത്ത് വന്നിട്ട് നമ്മൾ റോപ്പ് എറിഞ്ഞു കൊടുത്തിട്ട് റോപ്പിൽ കൂടി ഇങ്ങനെ പിടിച്ചാണ് ബോട്ടിലേക്ക് ഡീസൽ കൈമാറുന്നത്. ഇതിപ്പോ റഫ് ടൈം ആയതിന്റെ പേരിൽ നമ്മൾ നേരെ ഡീസൽ കടലിലേക്ക് എറിയണ്ട. കടലിലേക്ക് ഇട്ട് ഒരു കയറിനകത്ത് ബോയം കെട്ടിയിടും. അതുപോലെ 2 ക്യാനും നമ്മൾ കടലിലേക്ക് തട്ടിയിടുന്നുണ്ടാ. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കണ ബോട്ട് കുറച്ച് മാറിയാണ് നിൽക്കണ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റോളിംഗ് ഉള്ളതിന്റെ പേരിൽ ബോട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഡാമേജ് വരും. അത് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്ന് നിർത്തി പിടിച്ചിട്ട് ഇതുപോലെ ഡീസൽ കൊടുത്തുവിടുന്നു. പക്ഷെ അങ്ങനെ ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 ബോട്ടും കൂടി കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബോട്ടിൽ നിന്ന് ഡീസൽ ഒരെണ്ണം 50 ലിറ്ററിന്റെ ക്യാനാണ്. 2 ക്യാനറിന് നേരെ കടലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരിതേ അത് മണ്ടൂക്ക് വെച്ച് റോപ്പ് വലിച്ചിട്ട് നേരെ ബോട്ടിലേക്ക്, അവരുടെ ബോട്ടിലേക്ക് പൊക്കി കയറ്റിയിട്ട് അവരുടെ ടാങ്കിലേക്ക് ഒഴിക്കും. അപ്പൊ ചില സമയങ്ങളിൽ റേഷനും അതുപോലെ ഡീസലും പിന്നെ ഐസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കടലിൽ വെച്ച് ഇതുപോലെ കൈമാറാറുണ്ട്. അങ്ങനെ ഡീസൽ വാങ്ങിച്ചിട്ട് ആ ബോട്ട് ഇതേ ഗുഡ് ബൈയും പറഞ്ഞൊരു പോണ പോക്കാണ്ടി കാണാം.